നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവും ഞങ്ങളിൽ ഒഴിവാക്കണം. നിരവൈലെന്നോണം ഞങ്ങളിൽ അലിയണമേ. വിമുഖത പാപികളാം ഇവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയും മറ്റൊരു വാതിൽ. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവ ഞങ്ങൾക്കെന്നും നൽകണമേ. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവും ഞങ്ങളിൽ നിന്നൊഴിവാക്കണമേ. നിരവൈലെന്നോണം ഞങ്ങളിൽ അലിയണമേ. വിമുഖത പാപികളാം ഇവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയും മറ്റൊരു വാതിൽ. നമ്മുടെ മുഖ്യ സന്ദേശം ഇന്ന് നമുക്ക് നൽകുന്നത് ബഹുമാനപ്പെട്ട ശക്തിമംഗലം അച്ഛനാണ്. അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ചാപ്പലിൽ ശുശ്രൂഷിച്ചതാണ്. അച്ഛൻ വളരെ നന്നായിട്ട് ഒരു സന്ദേശം നൽകും. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ബഹുമാനപ്പെട്ട അച്ഛനെ മുഖ്യ സന്ദേശത്തിന് വീണ്ടും ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിലേക്ക് വരുവാനിടയായതിനും പ്രത്യേകമായി എന്നെ ക്ഷണിച്ചതിനും ഇടവജനങ്ങളോടെല്ലാവരോടും ബഹുമാനപ്പെട്ട മനീഷച്ചനോടും ഫിലിപ്പച്ചനോടുമുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. 2014 മുതൽ 2017 വരെയായിരുന്നു ഞാനിവിടെ സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 9 വർഷം കഴിഞ്ഞു. വീണ്ടും വരുവാൻ തൊക്കോണം ഇവിടെയായതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പള്ളികളിലും എല്ലാ വർഷവും നിനുവ നോമ്പ് ആചരിക്കും. നടുവിലെ നോമ്പെന്ന് പറഞ്ഞ് അന്നാണ് ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നിടത്ത് 3 ദിവസവും കൺവെൻഷനുണ്ട്. വൈകിട്ട് പ്രസംഗം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് വൈകിട്ടുണ്ട്, നാളെ വൈകിട്ടുണ്ട്. സാധാരണ എല്ലാ ദേവാലയങ്ങളിലും നടുവിലെ നോമ്പിന് നമ്മൾ കൂടി വരിക പതിവാണ്. ഇപ്പോഴിവിടെ ഇരിക്കുന്ന ഏകദേശം 55 പേരോളം ഉണ്ട്. ഇത്രയും പേര് അനേക വർഷമായിട്ട് ഈ നോമ്പ് ആചരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും പതിവ് പോലെ ഈ വർഷവും 3 നോമ്പിലേക്ക് സംബന്ധിക്കാം. ഉച്ചവരെ പള്ളിയിലിരിക്കാം, ഉച്ച കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് പോകാം. കഞ്ഞി ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കഞ്ഞി കുടിച്ച് പോകാം എന്ന് നമ്മൾ കണക്ക് കൂട്ടി. എന്നാല് പതിവ് പോലെ ഈ വർഷവും നമുക്ക് പോകാം എന്നുള്ളതല്ല. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു ചെല്ലുവാൻ തക്കോണം ഇടയായതിനായിട്ട് ദൈവത്തെ സ്തുതിപ്പാനും ദൈവം നൽകിയ സമയത്തെ നന്ദിയോടെ ഓർക്കുവാനും രൂപാന്തരം പ്രാപിപ്പാനും തക്കോണം ഇടയാകണം. ഒരു ധ്യാനയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ തമാശകളൊന്നും പറയുകയില്ല. അത്രത്തോളം സമയം നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ധ്യാനിച്ച് നമ്മിലേക്ക് തന്നെ നോക്കി രൂപാന്തരം പ്രാപിച്ച് പുതുവ്യക്തിയായി മാറ്റപ്പെടുവാൻ തക്കോണം ഇടയാകുക. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക, ആത്മാവേ വേഗം വന്നതി പാപങ്ങളകവേ ഓർപ്പിക്കുക, ഞാനായവയോർത്തുവ വെറിക്കരവേ ആയി
തുണച്ചിടുക. ഞാനായവയോർത്തുവി ആയി തുണച്ചിടുക. നികളും ദുർമോഹം അവിശ്വാസം വഞ്ചന പകർന്നിവ ഒഴിച്ച് എന്നകമേ വിശ്വാസം പ്രത്യാശ സ്നേഹങ്ങളെ വേഗം തന്നിടണമേ. എന്നകമേ വിശ്വാസം പ്രത്യാശ സ്നേഹങ്ങളെ വേഗം തന്നിടണമേ. നിന്നെ എത്ര തവണ ദുഃഖിപ്പിച്ചിരിക്കുന്ന മഹാപാപി ഞാൻ, നിന്റെ പൊന്നാം ഉപദേശം തള്ളിക്കളഞ്ഞു ഞാൻ തന്നിഷ്ടനായി നടന്നു. നിന്റെ പൊന്നാം ഉപദേശം തള്ളിക്കളഞ്ഞു ഞാൻ തന്നിഷ്ടനായി നടന്നു. ഭാവിൻ കണ്ണുനീർ എപ്പോഴൊഴുകുമേ കണ്ണിൽ നിന്നും ദൈവമേ. നിൻ തൃപ്പാദത്തിങ്കൽ ഇപ്പോൾ അപേക്ഷിക്കും ഈ പാപിയെ വിടല്ലേ. നിൻ തൃപ്പാദത്തിങ്കൽ ഇപ്പോൾ അപേക്ഷിക്കും ഈ പാപിയെ വിടല്ലേ. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ഏകം വന്നതി പാപങ്ങളെ ഓർപ്പിക്കുക. ഞാനായവയോർത്തുവി ആയി തുണച്ചിടുക. ഞാനായവയോർത്തുവി ആയി തുണച്ചിടുക. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, ഒരു ദിവസം കൂടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി വഴി നടത്തിയ വൻകൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജന്മസമയം മുതൽ കഴിഞ്ഞ നിമിഷം വരെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളെ പരിപാലിച്ചതിനെ ഈ സമയം ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദേവാലയത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ടും വരാൻ സാധിക്കാത്ത അനേകർ രോഗക്കിടക്കയിലായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് നിന്റെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായിട്ടും സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പുറകോട്ട് നോക്കുവാനും ഞങ്ങളെ നടത്തിയ പാതകളെയും ഉയർത്തിയ പടികളെയും നന്ദിയോടെ ഓർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിപ്പാൻ തക്കൊണ്ടിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോ നീ എൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഉത്തമബോധം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ, ഞങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെ സകലതും അറിയുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയാണ് നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഓർക്കുന്ന കർത്താവെ. ആയതിനാൽ ഞങ്ങളുടെ ശരീരവും മനസ്സും കർത്താവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി തിരുവാൻ തക്കോണം ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുറവുകളെയും കുറ്റങ്ങളെയും സദയം ക്ഷമിക്കുകയും നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി മാനസികമായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യേശുവേ, നീ ഞങ്ങളോടുകൂടെ ചെയ്യുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്ത എല്ലാ നന്മകളെയും ഈ സമയം നന്ദിയോടെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അടുത്ത സമയം ഞങ്ങൾക്കുള്ളതല്ല, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണെന്നുള്ള പ്രത്യാശയോടുകൂടി നിന്റെ തിരുസന്നിധിയിലായിരിക്കാൻ തക്കൊണ്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവമേ, എല്ലാ ഭവനങ്ങളെയും യേശുവിൻ
ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, സകലത് പറയുന്നവനായ ദൈവം, സകല ഹൃദയങ്ങളെ ശോധനയവനായ ദൈവം, സകല ഭാരങ്ങളെ നീക്കുന്നവനായ ദൈവം, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനായ ദൈവം, സകല വേദനകളെ നീക്കുന്നവനായ ദൈവം, സകല കഷ്ടതകൾ വിളിക്കുന്നവനായ ദൈവം, സകല ദുഃഖങ്ങളും മാറ്റുന്നവനായ ദൈവം, സമാധാനവും സന്തോഷവും നൽകുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ സകല മക്കളെ സമർപ്പിക്കുകയാണ്. നാഥാ, നീ കൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപയാൽ നിറയ്ക്കണമേ, കുറവുകൾ പരിഹരിക്കണമേ, ആവശ്യങ്ങൾ അറിയണമേ, വിഷയങ്ങൾ കേൾക്കണമേ, ഉത്തരം ഞങ്ങളെ നൽകി ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരത്താവിന്റെ തിരുസന്നിധിയിലും പരിശുദ്ധ കന്യാമറിയാമ്മയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നാഥാ, കൃപയോടെ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിനുവയിലെ നോമ്പിനെ കുറിച്ച്, നിനുവാക്കാരെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ അല്പം സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ കേൾക്കാത്തതായിട്ടൊന്നുമില്ല, വർഷങ്ങളായിട്ട് കേൾക്കുന്നത് തന്നെയാണ്. എങ്കിലും നാം വേദപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ആര് പുസ്തകം വായിക്കുന്നുവോ അവരോട് ആ വചനം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ വായിക്കുമ്പോൾ അതിലെ വചനം എന്നോട് ചില ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്രകാരം ആ ചോദ്യത്തിന്, നാം വായിക്കുന്ന വചനങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിപ്പാനും തക്കോളം നമ്മൾക്ക് ഇടയാകണം. നിനുവാ നോമ്പിനെ കുറിച്ച് അനേക കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയാണ്. 3 നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നോമ്പിനേക്കാളും ഏറ്റവും ചെറിയൊരു നോയമ്പാണ്. മറ്റൊന്ന്, എല്ലാവരും, നല്ല ഭൂരിപക്ഷം ആളുകളും നോക്കുന്ന ഒരു നോയമ്പാണ്. മറ്റൊന്ന്, 3 ദിവസം എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ട് 4-ാം ദിവസം മാത്രമേ അത് തീരുകയുള്ളൂ. 50 നോമ്പ് എന്ന് പറയുമ്പോൾ 49 ഉള്ളൂ, 50-ാം ദിവസം തീരും. 25 എന്ന് പറയുമ്പോൾ 24 ഉള്ളൂ, 25-ന് തീരും. 15 എന്നുള്ളത് 14 ഉള്ളൂ, 15-ന് തീരും. ഇതങ്ങനെയല്ല, 4-നാണ് തീരുന്നത്. അങ്ങനെയും ഈ നോമ്പിനൊരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, എല്ലാവർക്കും ദൈവസന്നിധിയിൽ അല്പ ദിവസം മാത്രമുള്ളതുകൊണ്ട് ഈ 3 ദിവസവും കൂടി വരുവാൻ തക്കോളം ഇടയാകും. ഞാൻ എന്നെ തന്നെ നോക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തന്നെ ഇടയാകണം. നമ്മളെപ്പോഴും പാടുന്നുണ്ട്, മറ്റൊരുവനെ നോക്കുവാനല്ല അവനവനിലേക്ക് തന്നെ നോക്കുവാൻ. മറ്റൊരുവനെ നോക്കുവാൻ നമുക്ക് വലിയ തിടുക്കമാണ്. മറ്റൊരുവനിലെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ നമുക്ക് വലിയ ജാഗ്രതയാണ്. അത് പറയുവാൻ നമുക്ക് വളരെ സാമർഥ്യമാണ്. എന്നാൽ നമ്മിലേക്ക് നോക്കുവാനോ നമ്മുടെ കുറവുകൾ കാണുവാനോ അത് പരിഹരിക്കുവാനോ സാധ്യമല്ല. നമ്മളെപ്പോഴും പാടുന്നതാണ്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനു നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. അപ്പോൾ എന്നെ തന്നെ നോക്കി ദൈവസന്നിധി സമർപ്പിച്ച് ഞാൻ സുഗന്ധവാസനയായി കർത്താവിന്റെ തിരുസന്നിധിയിലായിത്തീരുവാൻ തക്കോണം ഇടയാകണമേ എന്നർത്ഥവത്തായി നാം പാടുന്നുണ്ട്. നിനുവയിലേക്ക് നാം നോക്കുമ്പോൾ യോനായുടെ പുസ്തകം 4 അധ്യായമാണ്. 4 അധ്യായത്തിൽ കൂടി 48 വാക്യമാണ്. 1-ാം അധ്യായത്തിൽ 17 വാക്യവും, 2-ാം അധ്യായത്തിൽ 10 വാക്യവും, 3-ാം അധ്യായത്തിൽ 10 വാക്യവും, 4-ാം അധ്യായത്തിൽ 11 വാക്യവും, അങ്ങനെ 48 വാക്യത്തിലാണ് ഈ 4 അധ്യായം ഒതുങ്ങിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ അനേക തവണയായി നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിനുവാ നോമ്പിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. യോനയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് ചെന്ന് പ്രസംഗിക്കണം. അങ്ങനെയാണോ പറഞ്ഞേ? നിനവയിൽ ചെന്ന് പ്രസംഗിക്കണമെന്നാണോ പറഞ്ഞേ? നിനവയിൽ ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കണം. പ്രസംഗം എല്ലായിടും ഉണ്ട്. നീ നിനവയിലേക്ക് ചെന്ന് ആ രാജ്യത്തിന് വിരോധമായി പ്രസംഗിക്കണം. കാരണം എന്താ? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവരുടെ അകൃത്യങ്ങൾ എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിനവേ രാജ്യത്തിലെ ദൈവസന്നിധിയിൽ നിന്ന് അവർ മാറ്റപ്പെടുകയും ദൈവത്തെ മറക്കുകയും അതിക്രമങ്ങളും വഷളത്വങ്ങളും നിനവേ രാജ്യത്ത് മുഴുവനായി. ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്താ? ക്രിസ്തുവിന് വേണ്ടി
മാറ്റപ്പെട്ട മക്കൾ. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന മക്കൾ, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർ. തിരുശരീര രക്തങ്ങൾ നമ്മളെല്ലാം അനുഭവിക്കാറുണ്ടല്ലേ? 25 നോമ്പല്ലേ ഇന്നു കുർബാന കൊണ്ടേക്കാം, 8 നോമ്പല്ലേ ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചേക്കാം, ബർത്ത്ഡേ അല്ലേ അനുഭവിച്ചേക്കാം. അവരെല്ലാം കുർബാന അനുഭവിക്കുന്ന ഞാനും ഒന്ന് സ്വയം പ്രാപിച്ചേക്കാം. വിശുദ്ധ കുർബാന എപ്രകാരം അർപ്പിക്കണമെന്ന് നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉള്ള കുർബാന ക്രമത്തിലുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കുർബാന ക്രമമുണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എങ്ങനെയായിരിക്കണം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത്? അതിനു മുൻപ് എന്തെല്ലാം പ്രാർത്ഥന നടത്തണം, ദൈവസ്ഥനെ സമർപ്പിക്കണം എന്നൊക്കെ അതിനകത്തുണ്ട്. അതെല്ലാം തലേദിവസം ചെയ്തതിന് ശേഷം പിറ്റേന്നാണ് ഉത്സവം പ്രാപിക്കുന്നത്. നമ്മളങ്ങനെയാണ്, ബർത്ത്ഡേ അല്ലേ. ഏതൊരു ദിവസം വിശുദ്ധ കുർബാന അനുഭവിക്കുക, ദിവസത്തിന്റെ പ്രത്യേകത നോക്കിയല്ല. നിങ്ങൾ ശരിയാവണ്ണം വിശുദ്ധ ബലി കുർബാന അനുഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ രോഗികളായി മാറിടും. അതുകൊണ്ട് വിശേഷ ദിവസം നോക്കി മാത്രമല്ല, നിനവയിലേക്ക് നീ ചെന്ന് പ്രസംഗിക്കണം. കാരണം അവരുടെ വഷളത്വങ്ങളും അതിക്രമങ്ങളും എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിനവയിലേക്ക് ചെന്ന് പ്രസംഗിക്കണമെന്നല്ല, നിനവയ്ക്ക് വിരോധമായി ചെന്ന് നീ പ്രസംഗിക്കണം. യോന എന്ത് ചെയ്തു? നിനവയിലേക്ക് പോകാതെ തർശീശിലേക്കുള്ള കപ്പലിൽ കയറി നേരെ തർശീശിലേക്ക് യാത്ര ചെയ്തു. ദൈവത്തിൻ്റെ തിരുവചനം അനുസരിക്കാതെ മറ്റൊരു വഴിയിലേക്ക് യാത്ര ചെയ്യുക. നമ്മൾ ഇത്രത്തോളം കാലങ്ങളിലായിട്ട്, അനേക കാലങ്ങളായിട്ട് വേദപുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നോമ്പുകൾ നോക്കുന്നുണ്ട്. കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ എന്ന് എന്നെയോ നിങ്ങളെ ആരെയും നോക്കി കർത്താവിന് പറയാൻ സാധിക്കുമോ? വരുന്നതേ ഉള്ള ഒരാൾ കർത്താവ് പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേല്യൻ ഇതാ കടന്നു വരുന്നു, ഇവനിൽ കാപട്യമില്ല, കപടതയില്ല. യേശു ക്രിസ്തുവിന്റെ തിരുസന്നിധിയിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ അവനെ നോക്കി യേശുവിന് പറയുവാനായിട്ട് സാധിക്കുമോ? സാക്ഷാൽ ഇസ്രായേല്യൻ, കപടതയില്ലാത്തവൻ, കാപട്യമില്ലാത്തവൻ എന്ന് ഒരു ക്രിസ്ത്യാനിയെ നോക്കി പറയുവാൻ തക്കോണം സാധിക്കുമോ? അച്ഛനാണേലും ജനങ്ങളാണേലും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി നീ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കേണ്ട, ഞാൻ പുറംതിരിഞ്ഞു നിൽക്കും എന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത്. നീ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ കർത്താവിന്റെ തിരുസന്നിധിയിൽ അനേകർക്ക് ദ്രോഹം ചെയ്ത്, അനേകരെ നശിപ്പിച്ചുകൊണ്ട്, അനേകരുടെ ദുഷി പറഞ്ഞ് നികളവും ദുർമോഹവും അവിശ്വാസവും വഞ്ചനയും പകയുമായിട്ടാണ് നീ കൈകൾ ഉയർത്തി നിൽക്കുന്നതെങ്കിൽ നിന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കേണ്ട, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് പുറംതിരിഞ്ഞു നിൽക്കും എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് കേൾക്കാനല്ലേ? നിന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കേണ്ട, ഞാൻ പുറം തിരിഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കേൾക്കാനല്ലേ? കർത്താവ് കേൾക്കാൻ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് കേൾക്കണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് നോക്കാതെ അവനവനിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം സാധിക്കണം. അല്ല എങ്കിൽ ദുർമോഹം, അവിശ്വാസം, വഞ്ചന, പക, തെരുക്കൂത്ത്, മദ്യപാനം, ജാരശങ്ക, ഇതെല്ലാം വേദോസ്തം പറഞ്ഞില്ലേ? ഇതെല്ലാമായിട്ടാണ് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനകളെ കേൾക്കുന്നില്ല. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കുമാറാകണമേ. അവിടുത്തെ സന്നിധിയിൽ കേൾക്കപ്പെടണം, കർത്താവ് അംഗീകരിക്കപ്പെടണം. അപ്പോഴാണ് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് കൃപകളും നന്മകളും ലഭിക്കുന്നത്. നാം എന്തർപ്പിക്കുന്നുവോ, അത് നേർച്ചകളാകട്ടെ, കാഴ്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, ദശാംശമാകട്ടെ, ആദ്യഫലമാകട്ടെ, സംഭാവനയാകട്ടെ, എന്തായിരുന്നാലും സമർപ്പിക്കുന്നത് കർത്താവിന്റെ തിരുസന്നിധിയിൽ
കർത്താവ് അംഗീകരിക്കുമ്പോഴാണ് കൈകൾ ഉയർത്തി നിന്റെ സകലതും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, എനിക്ക് സമാധാനം. അപ്പോൾ നാം അർപ്പിക്കുന്ന പ്രാർത്ഥനയാകട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന നേർച്ചകളാകട്ടെ, എന്ത് സംഭാവനകളാകട്ടെ, ഋഷീഷകളാകട്ടെ, ദശാംശങ്ങളാകട്ടെ, ആദ്യഫല നേർച്ചയാകട്ടെ, എന്തു തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ അർപ്പിച്ചാലും കർത്താവിന്റെ സന്നിധിയിൽ അത് അംഗീകരിക്കപ്പെടണം. നിന്റെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായിരിക്കണം. എന്റെയും നമ്മളുടെയും പ്രാർത്ഥന കർത്താവിന്റെ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കർത്താവ് കേൾക്കണം, കർത്താവ് അംഗീകരിക്കണം. അപ്പോഴാണ് കർത്താവിന്റെ അനുഗ്രഹം എന്നിലേക്കും നിങ്ങളിലേക്കും ചൊരിയുന്നത്. അല്ല എങ്കിൽ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? ചിന്തിക്കണം നാം. എന്റെ പ്രാർത്ഥന എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എത്തണം. എന്റെ കർത്താവ് അംഗീകരിക്കണം. അവന്റെ സന്നിധിയിൽ നിനക്ക് അനുഗ്രഹം ലഭിക്കണം. അങ്ങനെയെങ്കിൽ ഒരുപാട് മാറ്റം വരുവാൻ തക്കവണ്ണം ഇടയാകണം. അവരുടെ അതിക്രമങ്ങളും അവരുടെ എല്ലാ വഞ്ചനകളും തെറ്റുകളും എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ രാജ്യത്തിനെതിരായി നീ പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. നിനിവയിലേക്ക് മാത്രമല്ല, കർത്താവിന്റെ അനേക കാര്യങ്ങൾ, അനേക വചനങ്ങൾ, അനേക ശബ്ദങ്ങൾ നമ്മളും ദിനംപ്രതി കേൾക്കുന്നുണ്ട്. രൂപാന്തരത്തിന്റെ അനുഭവങ്ങൾ, രൂപാന്തരത്തിന്റെ പ്രസംഗങ്ങൾ, മാറ്റത്തിന്റെ അനുഭവങ്ങൾ. എവിടെ മാറ്റം സംഭവിക്കുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. അതുകൊണ്ട് നീ നിനിവയിലേക്ക് ചെന്ന് അതിനെതിരായി പ്രസംഗിക്കണം. കാരണം അവരുടെ അതിക്രമം എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്താണ് പ്രസംഗിക്കേണ്ടത്? വെറും 40 ദിവസം കഴിയുമ്പോൾ ഈ നിനവ രാജ്യം ഉന്മൂലനാശം വരും എന്ന് നീ പ്രസംഗിക്കണമെന്ന് ഓർപ്പിച്ചു. അതനുസരിച്ചാണ് അതാണ് നിനിവയോട് പറഞ്ഞത്. നീ അവിടെ പോകണം, അതിനോട് പ്രസംഗിക്കണം, ആ രാജ്യത്തിന് വിരോധമായി പ്രസംഗിക്കണം. കാരണം അവരുടെ അതിക്രമങ്ങൾ എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി 40 ദിവസം കഴിയുമ്പോൾ രാജ്യം നശിക്കും, അല്ല എങ്കിൽ മാനസാണ്. അങ്ങനെയാണ് യോനെ പറഞ്ഞയച്ച് യോന തർശീശിലേക്കുള്ള കപ്പൽ കയറി യാത്രയായി. നമ്മൾ കാണുകയാണ്, 48 വാക്യം നമുക്ക് സ്പഷ്ടമായിട്ടറിയാം. നമ്മൾ കാണുകയാണ്, അതിഭയങ്കരമായ കാറ്റടിച്ചു. കപ്പലിന്മേൽ അതിഭയങ്കരമായ കാറ്റടിച്ച് കപ്പൽ ആടി ഉലയുവാൻ തുടങ്ങി. കടൽ ശോഭിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴെന്താ സംഭവിച്ചത്? അയ്യോ കർത്താവേ എന്ന് വിളിക്കുമായിരുന്നോ? ആ കപ്പലിൽ ഉണ്ടായിരുന്ന സകലരും എല്ലാവരും ക്രിസ്ത്യാനിയായിരുന്നോ? എല്ലാവരും യഹൂദന്മാരായിരുന്നോ? എല്ലാവരും നായന്മാരായിരുന്നോ? അതോ അരുന്നോ? ആ കപ്പലിൽ ഉണ്ടായിരുന്നവരെല്ലാവരും അവരവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസത്തിൽ നീ നിനവയിലേക്ക് ചെല്ലണം, അതിനോട് പ്രസംഗിക്കണം, അതിനെതിരായി പ്രസംഗിക്കണം. എതിരായി പ്രസംഗിക്കാനുള്ള കാരണം അവരുടെ അതിക്രമങ്ങളും വഞ്ചനകളും എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അവിടെ 40 ദിവസം കഴിയുമ്പോൾ ഈ രാജ്യം ഉന്മൂലനാശം സംഭവിക്കും. അപ്പോഴാണ് അവിടേക്ക് പോകാത്ത തർശീശിലേക്കുള്ള കപ്പൽ കയറുകയും അതിഭയങ്കരമായ കാറ്റടിച്ച് കപ്പലാടി ഉലഞ്ഞ് നശിക്കുവാനായിട്ട് പോകുന്നു. അവരെല്ലാവരും, കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവരവരുടെ ദൈവത്തെയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അനേക മതക്കാരുണ്ട് ആ കപ്പലില്. അവരവരുടേതായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും അവരുടേതായ ദൈവത്തെ വിശ്വസിക്കട്ടെ, അവരുടേതായ മതത്തെ ആചരിക്കട്ടെ, അവരുടേതായ പ്രാർത്ഥിക്കട്ടെ. ഞാനാണ് ശരി, അവൻ തെറ്റ്. ആരെയും പരിഹസിപ്പാനോ കുറ്റം പറയുവാനുള്ള നമുക്ക് അധികാരമില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത്, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ദൈവത്തെ നീ ശക്തിയായി നിലവിളിക്കുക. അവരവരുടെ ദൈവത്തെ നിലവിളിച്ചു. ഒരു ദൈവവും കിട്ടുന്നില്ല, ശാന്തമാകുന്നില്ല. എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ച് നിലവിളിച്ചിട്ടും അത് ശാന്തമാകുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ കുറെ കൽപ്പപ്രമാണിയാണ് പറയുന്നത്, ഇതാരുടെ നിമിത്തമാണ് നമുക്കിത് സംഭവിക്കുന്നത്? ഇതാരുടെ നിമിത്തമാണ് ഇത് സംഭവിക്കുന്നത്? ഒടുക്കം കപ്പൽ ശാന്തമാകാതെ വന്നപ്പോൾ പിന്നെന്തോ ചെയ്തു? നല്ല ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പെട്ടിയിലാക്കി മടക്കി കഴിക്കാനുള്ളതും പുതിയ വസ്ത്രങ്ങളും പുതിയ സ്ഥലത്തോട്ട് പോകാനുള്ള എല്ലാ സാധനവും ഇങ്ങനെ പെട്ടികളിലാക്കിയിരിക്കും. കപ്പലിലായിരിക്കുന്ന എല്ലാവരുടെയും കൈകളിൽ പെട്ടികളുണ്ട്, ലഗേജുകളുണ്ട്. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എല്ലാവരുടെയും ലഗേജുകൾ എടുത്ത് വെള്ളത്തിലേക്ക് കളഞ്ഞു. കപ്പലിന്റെ ഭാരം ഒന്ന് കുറയട്ടെന്ന് വിചാരിച്ചു. ഇഷ്ടത്തോടു കൂടിയല്ല,
ഇഷ്ടത്തോടുകൂടി അല്ല കളഞ്ഞ്, പക്ഷെ എങ്ങനെയും രക്ഷപ്പെടണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരുടെയും ലഗേജുകള്, അവരുടെ എല്ലാ ഭാരമേറിയ സാധനങ്ങള് കടലിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. എല്ലാവരും അവരുടെ സാധനം എല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അവരുടെ ദേവന്മാരെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. യാതൊരു വിധമായ മാറ്റവുമില്ല. അപ്പോഴാണ് പറയുന്നത്, ആരോ ദൈവത്തിന്റെ തിരുവചനം അനുസരിക്കാത്തവരാരോ ഇതിനകത്തുണ്ട്. അതാരാണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ചീട്ടിടുമ്പോഴാണ് ചീട്ട് യോനയ്ക്ക് വീണത്. തപ്പി തപ്പുമ്പോൾ യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ദൈവത്തിന്റെ വാക്കുകളെ നിരസിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ തക്കവണ്ണം യോന മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന കപ്പലിലേക്ക് കയറി. ഒന്നും അവനെ ബാധിക്കാത്ത അവസ്ഥയിൽ ഏറ്റവും താഴത്തെ തട്ടിൽ കിടന്ന് സുഖമായി കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ. യോനായെ അവർ തട്ടി ഉണർത്തി. ഇത്രത്തോളം ഭയങ്കരമായ പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ, എല്ലാവരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നീ മാത്രം കിടന്ന് ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങുന്നത് എന്ത്? അങ്ങനെയുണ്ടല്ലോ, എന്തെല്ലാം സംഭവിക്കട്ടെ, ആരെല്ലാം ബുദ്ധിമുട്ടട്ട്, ആരെല്ലാം വേദനപ്പെടട്ട്, ആരെല്ലാം ദുഃഖിക്കട്ട്, എനിക്കിതൊന്നും പ്രശ്നമല്ല, എൻ്റെ കാര്യം നന്നായി പോകണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ഞാനൊരു വീട്ടിലേക്ക് പോയപ്പോൾ, ഒരു വീട്ടിൽ പോയതന്നെ, അവിടെ ചെന്നപ്പോൾ പ്രായമായ ഒരമ്മച്ചി ഒരപ്പച്ചൻ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറവും കട്ടിലേക്ക് കിടക്കുവാണ്. രണ്ടുപേർക്കും എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നോട് പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞ് എഴുന്നേൽക്കണ്ട, അത് കിടന്നാട്ടെ, എന്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാറ്. ചേച്ചി പിടിരിപ്പുണ്ടോ അറിയില്ല. ഞാൻ കയറിയെല്ലാം നോക്കി, ഇപ്പോൾ കലത്തിൽ ചൂടുണ്ടാക്കണം. ഞാൻ ചോദിച്ചു, വെളിയിൽ നിന്നെല്ലാം ചായ കാപ്പി മേടിച്ചു തരണോ? വേണ്ട, വെള്ളം എടുത്തു കൊടുത്തു. ഞാൻ ചോദിച്ചിട്ടാ, മക്കളെന്തിയെ? ഇതിനാച്ച ഇങ്ങോട്ട് വിളിച്ചയച്ച മക്കള് ധ്യാനയോഗത്തിന് പള്ളിയിൽ പോയി. നിന്റെ സന്നിധിയിലായിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും നോക്കാതെ എവിടെല്ലാം ധ്യാനത്തിന് പോയിരുന്നാലും ദൈവം നിന്നിൽ പ്രസാദിക്കുകയില്ല. അമ്മയാകട്ടെ അമ്മായി അമ്മയാകട്ടെ, അപ്പനാകട്ടെ അമ്മായി അപ്പനാകട്ടെ, മോളാകട്ടെ മരുമകളാകട്ടെ, ആരുമാകട്ടെ, നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കുക. അന്ന് ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും ദൈവം എന്നോട് കോപിക്കത്തില്ല. ഞാൻ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതു സമയത്താണ് വരുന്നത് വരെയും ഈ അവസ്ഥ. ഇത് മരുമകളും കുഞ്ഞോ പോയേക്കുന്നേ. മോളായിരുന്നു ഞങ്ങൾ നോക്കിയെന്നെ ഇല്ലേ? മോള് നോക്കാത്ത ഒരു ഭവനവും ഞാൻ കണ്ടു. സ്വന്തം മകൾക്ക് വീട് കൊടുത്തു, മോൾക്ക് അതെല്ലാം എഴുതി കൊടുത്തു. മരുമോൻ വെളിയിലാണ്, മോള് പച്ചവെള്ളം കൊടുക്കുകയില്ല, പെറ്റതള്ളക്കി. അത്ര വീടുകൊണ്ട് നമ്മൾ മരുമക്കളെ കുറ്റം പറയും. ഓർക്കണം, എന്നെ സന്നിധിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആരുമാകട്ടെ, ഞാൻ അവരെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കടപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ദൈവസന്നിധിയിൽ നീ 100 ദിവസം പള്ളിയിൽ പോകുന്നതിനേക്കാളും ഭേദമാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിന് ഒരിക്കലും മാറ്റമുണ്ടാകരുത്. നിനക്ക് നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും എപ്പോ പ്രാർത്ഥിക്കുന്നത്, എപ്പോ പറയുന്നത്? ശുശ്രൂഷയില്ല. നിനക്ക് നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ഒത്തിരി പ്രാവശ്യം കേട്ടുള്ള കേട്ടോ, വിവാഹോദാശക്കുള്ള. ആര് ശ്രദ്ധിക്കുന്നു? നമ്മളിങ്ങനെ പോകുന്നു, ഇരിക്കുന്നു, എങ്ങനെയും ഒന്ന് കഴിയണം, ഇങ്ങോട്ടണം, ചാടണം. നമ്മളെല്ലാ ശുശ്രൂഷകളും നമ്മൾ തന്നെ സ്വയം ഓർത്താട്ട്. നമ്മൾ ഇത്രത്തോളം പ്രായത്തിനകം ഇത്രത്തോളം പ്രസംഗം കേട്ടു, എത്രത്തോളം തവണ വേദപുസ്തകം വായിച്ചു, എന്തെല്ലാം പഠിച്ചു. ദൈവത്തിൻ്റെ തിരുവചനത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
അതുകൊണ്ട് നിനക്ക് നന്മ വരുവാനും നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും ഇതൊക്കെ വേണം. നിന്റെ മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അത് ദൈവസന്നിധിയിൽ എഴുതപ്പെടുന്ന നന്മകളാണ്. ഞാനത് ചെയ്യുന്നുവെങ്കിൽ എൻ്റെ പേരിൽ കർത്താവ് എഴുതപ്പെടും. എനിക്ക് കർത്താവ് അനുഗ്രഹമായ നന്മകൾ ചൊരിയും. യാതൊരു തരത്തിലും മാറ്റപ്പെടുകയില്ല. ചിലരൊക്കെ അങ്ങോട്ട് കടന്നു ചെന്നു. ചിലരോട് കർത്താവ് പറഞ്ഞു, കടന്നു വരും. വേറെ ചിലർ പറഞ്ഞു, കടക്കൂ പുറത്ത്. മരണശേഷം ചെയ്ത ആത്മാക്കളോട് കുറെ പേര് എന്നപ്പോൾ പറഞ്ഞു, അകത്തേക്ക് കടന്നാട്ട്. കുറെ പേര് എന്ന് പറഞ്ഞു, കടക്കൂ പുറത്ത്. നമ്മൾ ചിലപ്പോൾ നാട്ടിൽ പറയും, പോടാ കടത്ത്, കടക്കട പുറത്ത്. ഇത് പറഞ്ഞതാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ വിശക്കുന്നവനായി നിന്റെ അടുക്കൽ വന്നു, എനിക്ക് അല്പം ഭക്ഷണം തന്നില്ല. ഞാൻ ദാഹിക്കുന്നവനായി നിന്റെ അടുക്കൽ വന്നു, നീ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. വസ്ത്രമില്ലാത്തവനായി വന്നു, എനിക്കൊരു പഴയ വസ്ത്രം തന്നില്ല. ഞാൻ ജയിലറയിലായിരുന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ വന്ന് എന്നെ കണ്ടില്ല, ശുശ്രൂഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തൊരു അർത്ഥവത്തായ വചന ദൈവത്തിന്റെ വചനമെന്നറിയാമോ? കർത്താവ് ഞങ്ങളുടെ കാണും വന്നു. വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ വസ്ത്രമില്ലാതായിട്ടോ ഞങ്ങളുടെ സന്നിധിയിൽ വന്നോ? കർത്താവിടെ രോഗിയായി കിടന്നോ? കർത്താവിടെ ജയിലറായി കിടന്നോ? ഈ ചെറിയവൻ ഒരുവന് ചെയ്തത് എനിക്കായിരുന്നു ചെയ്തത്. ഈ ചെറിയവൻ ഒരുവന് ചെയ്യാതിരുന്നത് എനിക്കായിരുന്നു ചെയ്യാതിരുന്നത്. ഓർക്കണമേ, ഞാനും നിങ്ങളും ഇവിടെ ചെയ്യുന്ന ഓരോ സാധുക്കൾക്കും ഏതൊരു ചെറിയവനും ചെയ്യുന്ന നന്മകൾ എൻ്റെ പേരിൽ ചെയ്യുന്നവന്റെ പേരിൽ അവിടെ അപ്പോഴപ്പോൾ കുറിക്കപ്പെടും. ഞാൻ ആരെയെല്ലാം ദ്രോഹിക്കുന്നുവോ, ഞാൻ ആരെയെല്ലാം പഴിക്കുന്നുവോ, ഞാൻ ആരെയെല്ലാം ദുഷിക്കുന്നുവോ, ഞാൻ ആരെയെല്ലാം കരയിക്കുന്നുവോ, ഞാൻ ആരെയെല്ലാം വേദനപ്പെടുത്തുന്നുവോ, എന്തെല്ലാം ദോഷങ്ങൾ ചെയ്യുന്നുവോ, അപ്പോഴപ്പോൾ എൻ്റെ പേരിൽ അവിടെ കുറിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കത്തില്ല, ഞാൻ തന്നെ അനുഭവിക്കുന്നേ. അവരവൻ ചെയ്യുന്നതിന്റെ നന്മയ്ക്കും തിന്മയ്ക്കും തക്കതായ പ്രതിഫലം പ്രാപിക്കുവാൻ നാം എല്ലാവരും ഇവിടെ ചെല്ലണം. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം പ്രാപിക്കുവാൻ നാം എല്ലാവരും ഇവിടെ ചെല്ലണം. ന്യായാസനത്തിന്റെ മുൻപാകെ ചെല്ലണം. ഇവിടെ വാക്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ഒരുവൻ ഭൂമിയിൽ ജീവനോടുകൂടെ ഇരിക്കുമ്പോൾ. എത്ര കാലം ഉണ്ടെന്നറിയില്ല. നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. എത്ര കാലം ജീവിക്കുമെന്നറിയില്ല. നീ ശരീരത്തോടെ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നീ ചെയ്യുന്ന സകല നന്മകളും സകല തിന്മകളും ദൈവസന്നിധിയിൽ എത്തപ്പെടും. അതാ 2 കൊരിന്ത്യർ 5-ാം അധ്യായം. അത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ നാം ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫലം ഇവിടെ നിന്ന് പോയി മരണത്തിന് ശേഷമാണ് അനുഭവിക്കുന്നത്. അത് വ്യക്തമായി പറയാണ്, നീ ശരീരത്തിലിരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ജീവനോടുകൂടി ഭൂമിയിലിരിക്കുമ്പോൾ നീ ചെയ്ത സകല പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ന്യായാസനത്തിന് മുൻപാകെ ചെല്ലേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി പിതാവാം ദൈവമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ് നയിക്കുന്നത്, നടത്തുന്നത്. ആ ന്യായവിധിയുടെ സ്ഥലത്തേക്കാണ് നീ കടന്നു ചെല്ലുന്നത്. നീ ജീവനോടുകൂടി ഇരുന്നപ്പോൾ ചെയ്തതിന്റെ എല്ലാം ഓർക്കണമേ. നാം എത്ര വയസ്സ് 50 60 70 80 എത്ര വയസ്സോട് ജീവിച്ചിരുന്നാലും ആ സമയങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ നന്മകളും തിന്മകളും, എന്ത് നന്മ ചെയ്താലും ദൈവം അത് കാണുന്നു, എന്ത് തിന്മ ചെയ്താലും ദൈവം കാണുന്നു. അതിന്റെ പ്രതിഫലം നമ്മൾ പ്രാപിക്കും. അതുകൊണ്ടാണ് കുറച്ചുപേരോട് അകത്തോട്ട് കിടക്കാൻ പറഞ്ഞ്, കുറച്ചുപേരോട് പറഞ്ഞ് ഞാൻ അറിയുന്നില്ല. അവരാ പറഞ്ഞേ, അയ്യോ നീ എപ്പോഴാ പറഞ്ഞോടെ? കർത്താവ് വരുന്നെങ്കിൽ നമ്മൾ കൊടുക്കുമല്ലേ? ഒരു അച്ഛൻ വരുമ്പോഴാണ് തിരുമേനി വരുന്നത്, ഇല്ലല്ലോ. അച്ഛൻ വരുമ്പോൾ അതിൻ്റെതായ, തിരുമേനി വരുമ്പോൾ അതിൻ്റെതാണ്. വലിയ തിരുമേനിയാണ് അതിനേക്കാൾ. ആ വ്യക്തികളെ, ആളെ നോക്കിയാണ് നമ്മൾ സ്വീകരണം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എല്ലാം. യേശുക്രിസ്തുവിന് അതൊന്നുമില്ല. യേശുക്രിസ്തുവിന് അച്ഛനും ഒരുപോലെ, തിരുമേനി ഒരുപോലെ, സാധാരണക്കാരനും ഒരുപോലെ. മനുഷ്യരാണ് പണവും സ്ഥാനവും ഒക്കെ നോക്കി പൊക്കിക്കൊണ്ട് നടക്കുന്നതും സ്വീകരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. ഒന്നും ഇല്ലാത്തവനെ കണ്ടാൽ പോലും മിണ്ടത്തുമില്ല. ഇല്ലേ? ഇത് ലോകസഹജമാണ്.
അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വരും. ഞാൻ എപ്പോൾ വന്നു? എൻ്റെ സന്നിധിയിൽ എപ്പം വന്നു? വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ വസ്ത്രത്തിനായിട്ടോ എപ്പം വന്നു? അപ്പോഴാണ് ഉത്തരം പറയുന്നത്, അനേകരുടെ സന്നിധിയിൽ വന്നിരുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തത് എനിക്ക് ചെയ്തു, ഈ ചെറിയവരിൽ ഒരുവൻ ചെയ്യാതിരുന്നത് എനിക്കാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ആ സാധാരണക്കാരനായ ഏതു മനുഷ്യനും ചെയ്യുന്ന നന്മകൾ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ദൈവത്തിന് ചെയ്തതുപോലെയാണ്. ആരെ ഉപദ്രവിച്ചാലും ആർക്ക് തിന്മ ചെയ്താലും ദൈവത്തെ ഉപദ്രവിക്ക് തുല്യമാണ്. അത് നാം ഓർക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നീതിയോടുകൂടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കണം. അതുകൊണ്ട് ആരുടെ പേരിലാണ് ഈ ദോഷം സംഭവിച്ചിരിക്കുന്നതെന്ന് ചീട്ടിട്ടപ്പോൾ ചീട്ട യോനായ്ക്ക് വീണു. അവരുടെ ലഗേജുകളെല്ലാം വെള്ളത്തിൽ കളഞ്ഞു. അവരെല്ലാവരും അവരവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു, പക്ഷെ ശാന്തമാകുന്നില്ല. അപ്പോഴാണ് ആര് നിമിത്തമാണ് ചീട്ടിട്ടത് അറിയാൻ ചീട്ടിട്ടു. ചീട്ടി യോനയുടെ പേർക്ക് വീണു. യോനയെ തട്ടി ഉണർന്നു. ഈ ജനമെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മാത്രം എന്താണ് ഇങ്ങനെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്? യോനയോട് കപ്പൽ പ്രമാണി 4 ചോദ്യം ചോദിച്ചു. എന്തൊക്കെയാ? നീ എവിടെ നിന്ന് വരുന്നടാ? യോനയുടെ നീ എവിടെ നിന്ന് വരുന്നവനാടാ? നിന്റെ പേരെന്തുവാടാ? നിന്റെ ജോലി എന്തുവാടാ? നിന്റെ ജാതി എന്തുവാടാ? ഈ കപ്പലിലുള്ള എല്ലാവരും കിടന്ന് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മാത്രം കിടന്ന് ഉറങ്ങുന്നു. നീ ഏത് ജാതിക്കാരനാടാ? നീ എവിടെ നിന്ന് വരുന്നവനാടാ? നിന്റെ തൊഴിലെന്തുവാടാ? നിന്റെ പേരെന്തുവാടാ? എന്തുവാ യോന ഉത്തരം പറഞ്ഞത്? യോന എന്താ ഉത്തരം പറഞ്ഞേ? ഞാനൊരു എബ്രായനാകുന്നു, കടലും കരയും നിർമ്മിച്ചവനായ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഞാൻ എബ്രായനാണ്, കടലും കരയും നിർമ്മിച്ച ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ഒരു വലിയൊരു കാര്യം കാണുന്നുണ്ടപ്പോൾ എന്തുവാ യോന ഇങ്ങനെ പറഞ്ഞപ്പോൾ സകല ജാതിക്കാരുമുള്ള ആ കപ്പലുണ്ടായിരുന്ന എല്ലാവരും കടലും കരയും നിർമ്മിച്ച ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രായനാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ യഹോവയെ വിളിച്ച് കഴിച്ചു. ഈ യഹോവയായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണോ ഇവൻ? അവിടെ ഇരുന്നവരെല്ലാവരും യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അത്രയ്ക്ക് വിശ്വാസവും ആദരവും ബഹുമാനമായിരുന്നു ആ ദാവാം ദൈവത്തോട്. യോന പറഞ്ഞു, ഇപ്പോൾ തന്നെ കടൽ ശാന്തമാകും, എന്നെ എടുത്ത് കടലിലേക്ക് കൊണ്ടിട്ടാൽ മതി, ഇത് ശാന്തമാകും. അവിടെയാണ് 100 തുള്ളി തേനിനകത്തോട്ട് 1 തുള്ളി മീൻ നെയ്യ് ഒഴിച്ചാൽ മീൻ നെയ്യുടെ രുചിയായിരിക്കും മുൻപിൽ നിൽക്കുന്നത്. ഇത്രയും പേരുടെ നടുവിൽ ഈ ഒരുവൻ കാരണമാണ് ഈ വലിയ അനർത്ഥം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാരണമാണ് ഈ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നത്, ഈ കപ്പൽ നശിക്കുവാനായിട്ട് പോകുന്നത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് എന്നെ എടുത്ത് കടലിലേക്ക് ഇട്ടാൽ ഈ നിമിഷം ഇത് ശാന്തമാകും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പെട്ടെന്ന് അവനെ യോനായെടുത്ത് കടലിലേക്ക് ഇടുകയല്ല, അവർക്കൊരു പ്രയാസമുണ്ടായി. കപ്പലിലുണ്ടായിരുന്നവർക്കും കപ്പൽ പ്രമാണിക്കൊക്കെയും അവനങ്ങനെ പറഞ്ഞു, എന്നെ എടുത്തിട്ടേര് എന്നാൽ ശാന്തമാകും എന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രയാസമുണ്ടായി. അവർ പ്രാർത്ഥിച്ചു, ഈ മനുഷ്യന്റെ നിർദോഷ രക്തം ചൊരിയുന്നതിനാൽ ഈ കോപം, ഈ ദോഷം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും നിൽക്കരുതേ. ഒരുവനെ കൊല ചെയ്യുകയോ ഒരുവനെ പിടിച്ച് നശിപ്പിക്കുകയോ ഒരുവനെ കടലിലേക്ക് എറിയുകയോ ചെയ്താൽ ആ രക്തവാദത്തിന്റെ വില ഞങ്ങളുടെ സന്നിധി നിൽക്കരുതേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു നിർദോഷ രക്തത്തിന് ഞാൻ ചൊരിയുന്നു, ഈ മനുഷ്യനെ പിടിച്ച് കടലിലേക്ക് ഇടുന്നുണ്ട്, ആ ദോഷം എൻ്റെ മേൽ നിൽക്കരുതേ എന്ന് പറഞ്ഞു. ഒരുവനെ ഏത് സമയവും ഏതു തരത്തിലും രക്ഷപ്പെടുത്തുവാനും സഹായിക്കുവാനും മാത്രമാണ് ശ്രമിക്കേണ്ടത്, നശിപ്പിക്കുവാൻ തക്കോണം ശ്രമിക്കരുത്. നാവ്, ഞാൻ നേരത്തെ പറഞ്ഞ നാവ് ഒന്ന് വളച്ചാൽ ഏത് മനുഷ്യനെയും നമുക്ക് തകർത്ത് തരിപ്പണമാക്കാം. നമ്മുടെ നാവ് ഒന്ന് വളച്ചാൽ മാത്രം മതി. ഏത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനെയും തകർക്കാം, ഏത് സമാധാന കുടുംബത്തെയും തകർക്കാം,
നാവൊന്ന് വളച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് മലാക്കി പ്രവചന പുസ്തകത്തിൽ പറയുന്നത്, ഒരേ നാവ് കൊണ്ട് നീ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവ് കൊണ്ട് അനേകരെ നീ നശിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? ഇതിനോ ഞാൻ നിനക്ക് നാവിനെ തന്നിരിക്കുന്നത്. ഒരേ നാവ് കൊണ്ട് കർത്താവേ സ്തോത്രം ഹല്ലേലൂയ പാടുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ നാവ് കൊണ്ട് എത്രയോ പേരെ നീ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനോ ഞാൻ നിനക്ക് നാവിനെ തന്നിരിക്കുന്നതെന്ന് കർത്താവിന്റെ വചനം നിന്നോട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യനെ സഹായിപ്പാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും അവനെ ഉപദ്രവിപ്പാൻ പാടില്ല. ഏതൊരു മനുഷ്യന്റെ നാവ് വളച്ചാൽ ആരെയും തകർക്കാം. അതുകൊണ്ട് ഒരേ നാവ് തന്നിരിക്കുന്നു. ആ നാവ് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന നാവാണ്, ദൈവത്തെ ആരാധിക്കുന്ന നാവാണ്, ഹല്ലേലൂയ സ്തുതികളും സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന നാവുകളാണ്. ഈ നാവ് കൊണ്ട് ഒരുവനും വേദനപ്പെടുത്തുവാൻ തക്കവണ്ണം, ഒരുവനെ നശിപ്പിക്കാൻ തക്കവണ്ണം ഇടയാകരുത് എന്ന് ഓർക്കുക. ഏതു മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് നമുക്ക് തകർക്കാം. പക്ഷെ സഹായിച്ച് ഒന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം 1 മിനിറ്റ് മതി. പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അനേക കാലങ്ങളെടുക്കും. അതിന് ബുദ്ധിമുട്ടാണ്. ഞാൻ ബസ്സിലാണ് ഇപ്പോഴും പള്ളിയിലേക്ക് വരുന്നത്. ചെങ്ങന്നൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ് കയറാനായിട്ട് നിൽക്കുമ്പോൾ ഒരുവൻ ഇങ്ങോട്ട് വന്ന് ഷർട്ട് ഊരി ഇങ്ങനെ കൈയായിട്ടിട്ടുണ്ട്. എന്നിട്ട് ആടി ഇങ്ങനെ വെള്ളം ഒട്ടിച്ച് പൂസായിരിക്കുക. എൻ്റെ അടുത്തോട്ട് അച്ഛണ്ണി എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ബസ് കയറാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിൽക്കുക. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിൽക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ട്, എന്നെ കൈ കാണിക്കുന്നുണ്ട്, കണ്ണ് കാണിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് വന്ന ജനമെല്ലാം ചിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ 2 കാര്യം ശരിവശത്തോ. അവർ ജനമെല്ലാം പറഞ്ഞ് ചിരിച്ച് എന്താണ്, അയാൾക്ക് പ്രാർത്ഥിക്കാൻ കണ്ടൊരു നേരം വെള്ളം ഒട്ടിച്ച് ഇങ്ങനെ പൂസായി നിൽക്കും. അങ്ങനെ ഒരു കൂട്ടർ പറയും. മറ്റൊരു കൂട്ടർ പറയുന്നത്, വലിയൊരു പ്രാർത്ഥനക്കാരൻ അച്ഛൻ അയാളെ പ്രാർത്ഥിക്കുന്നു. ഇത് രണ്ടും പറയും. പക്ഷെങ്കിൽ ഞാൻ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പേര് ചോദിച്ചു. പേര് പറഞ്ഞു, ഒരു നായരാണ്. ഞാൻ ചോദിച്ചു, നമ്മൾ തമ്മിൽ അറിയില്ലല്ലോ, പിന്നെ എന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ അടുത്തോട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു 30 പ്രാർത്ഥിക്കുന്നത്, അതുപോലെ നാറ്റം മദ്യത്തിൻ്റെ. അപ്പോൾ അത് പറഞ്ഞു, അച്ഛ, ഞാൻ അച്ഛനെ അറിയത്തില്ല, അച്ഛൻ എന്നെ അറിയത്തില്ല. ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാണുള്ള റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഈ ട്രെയിനിന് തലവെക്കാൻ വന്നതാണ്, സൂയിസൈഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി മരിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, പിള്ളേച്ച, ഇന്ന് ഏത് ദിവസം അറിയാം? വെള്ളിയാഴ്ച. ഒരുവൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ലോട്ടറി അടിച്ചിട്ടാണോ? മോൻ കുവൈറ്റിൽ പോയിട്ടാണോ? മോക്ക് നല്ലൊരു കല്യാണം വന്നിട്ടാണോ? എവിടെയെങ്കിലും വസ്തു വാങ്ങിച്ചിട്ടാണോ? നല്ലൊരു വീട് വെച്ചിട്ടാണോ? അന്ന് ആത്മഹത്യ ചെയ്യുന്നത്? അതിൻ്റെ പിൻപിൽ ഒരുപാട് ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നത്. ചുമ്മാ ഒരുത്തൻ പോയി മരിക്കത്തില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ പിൻപിൽ എന്തോ വേദനകളും ദുഃഖങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ മനുഷ്യന് ഉടനെ മരിക്കരുതെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ മനുഷ്യനോട് പറഞ്ഞു, പിള്ളേച്ച, ഇന്നേ ദിവസമാണ്, ഇന്ന് വെള്ളിയാഴ്ച. എൻ്റെ പിള്ളേച്ച ഇന്ന് വെള്ളിയാഴ്ച പോയി മരിച്ചാൽ, ഇതൊന്നും വായിച്ചിട്ടില്ല രാമായണ ഭാഗവതമൊന്നും. ഇന്ന് വെള്ളിയാഴ്ച പോയി പുള്ളി പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ ആത്മാവ് വേറൊരുവനിൽ കയറിയിട്ട് അവനെ കൂടെ കൊണ്ടുപോയി കൊല്ലും. അതുകൊണ്ട് ഞാൻ മരിക്കും, പക്ഷെ എൻ്റെ ആത്മാവ് വേറൊരുവനെ നശിപ്പിപ്പാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി മരിച്ചാൽ എൻ്റെ ആത്മാവ് വേറെ ആളുകൾക്ക് കയറത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിള്ളേച്ച, ഇന്നേ ദിവസം അറിയാവോ? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഏത് തിരുമേനി പ്രാർത്ഥിച്ചാലും, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും, അച്ഛൻ പ്രാർത്ഥിച്ചാലും, ഇന്ന് പോയി ആത്മഹത്യ ചെയ്താൽ ഈ പ്രേതം, ഈ ആത്മാവ് വേറൊരുത്തൻ്റെ കേട്ട് കയറും, അവനെ കൊല്ലും. അതുകൊണ്ട് ഇന്ന് മരിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. തിങ്കളാഴ്ച നല്ല ദിവസം അന്ന് പോയി മരിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അതിനു മുൻപ് നാളെ എന്നെ വന്നൊന്ന് കാണണം. അച്ഛനിവിടെ നമ്പർ മാലക്കര പേരും നമ്പരും ഫോൺ നമ്പരെല്ലാം കൊടുത്തു. കയ്യെ പിടിച്ചൊന്നുകൂടെ പറഞ്ഞു, എൻ്റെ കയ്യെ ചുട്ട് സത്യം ചെയ്യും, ഇന്ന് മരിക്കത്തില്ല, തിങ്കളാഴ്ചയെ മരിക്കത്തുള്ളൂ. ശരി അച്ഛൻ, ഞാൻ തിങ്കളാഴ്ചയെ മരിക്കത്തുള്ളൂ, ഇന്നേ മരിക്കുന്നില്ല.
പോയി. അപ്പോൾ അവിടെ ഒന്നുമില്ല, അഞ്ചോ എന്തിനാളെ പ്രാർത്ഥിക്കാനുള്ള കുട്ടീനെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരുവൻ എൻ്റെ അടുത്തോ നിങ്ങളുടെ അടുത്തോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നാൽ, എനിക്കിപ്പോൾ സമയമില്ല, നീ പോവാ ആളോ, അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല. അവന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം, അവന് സ്വല്പം സമയം കൊടുക്കണം. പിറ്റേ ദിവസം പിള്ളേച്ചൻ വന്നു. ഞാൻ അങ്ങോട്ട് പോയ വഴി ഇങ്ങനെ സഹതായോട് ആകല്ലേ അതുകൊണ്ടാണ് പ്രാർത്ഥന. പിറ്റേ ദിവസം 9 മണിയെ പിള്ളേച്ചൻ എൻ്റെ വീട് തിരക്കി വന്നു. പിള്ളേച്ചൻ പോയത് 4 മണിക്കാണ്. അത്രയും സമയം ഞങ്ങൾ സംസാരിച്ചു, 9 മണി മുതൽ 4 മണി വരെ. അപ്പോൾ അയാൾ മരിക്കാനുണ്ടാകുന്ന കാരണങ്ങളെല്ലാം പറഞ്ഞു. ഗൾഫിൽ ജോലിയായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു, കുടിച്ചെല്ലാം നശിപ്പിച്ചു, ഭാര്യയും പിള്ളേരും ഇട്ടേച്ചു പോയി, ഇനി മാർഗമൊന്നുമില്ല, വസ്തു വിറ്റു, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, അന്നേരം 44 വയസ്സാകുന്നു. ഞാൻ പറഞ്ഞു, പിള്ളേച്ചിന് ഇനിയും ഗൾഫിൽ പോകാനായിട്ട് പറ്റും, അതുകൊണ്ട് മരിക്കരുത്, അടുത്ത മാസം 12-ാം തീയതി ഗൾഫിൽ പോകും. അത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, അടുത്ത മാസം 12-ാം തീയതി പോകാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ 1 മാസം കൂടെ കഴിഞ്ഞ് പോകാൻ പറ്റും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ജോലിസാരുടെ ഫോട്ടോയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മരിക്കല്ലേ, തിങ്കളാഴ്ച ഒന്നും മരിക്കണ്ട, അതിന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. പിറ്റേ വെള്ളിയാഴ്ചയിൽ വന്നു. 4 വെള്ളിയാഴ്ച അടുപ്പിച്ച് വന്നു. ഇന്ന് ആ മനുഷ്യൻ ഇർഗിൽ ജോലിയാണ്, 40 ദിവസം ജോലി, 20 ദിവസം അവധി കണ്ടുണ്ട്. ഞാൻ എന്തേലും ചെയ്തു? ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടിയാൻ പോകണം, ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ പറഞ്ഞിരുന്നാൽ അയാൾക്ക് ഒരു പക്ഷേ മനപ്രാസം കയറിയേക്കാം, ഉടനെ പോയില്ല. അങ്ങനെയല്ല, നമുക്ക് വേണ്ടി ഇച്ചിരി സമയം ചെലവഴിക്കാൻ സാധിക്കണം. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കൊണ്ട് സാധിക്കണം. ദൈവമാണ് വഴികളെ തുറക്കുന്നത്, ദൈവമാണ് അനുഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴ് ആ മനുഷ്യൻ ജോലി ചെയ്യാണ്, അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ല, മദ്യം പൂർണ്ണമായി നിർത്തി, നന്നായി പോകുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് മാത്രമല്ല, നിങ്ങളുടെ ആരുടെ അടുത്തും ആര് വന്നാലും അവജ്ഞയോട് തള്ളിക്കളയരുത്. നിന്നെ എനിക്ക് കേൾക്കണ്ട, നിന്റെ ഒന്നും കേൾക്കണ്ട, അങ്ങനെ പാടില്ല. കേൾക്കാനുള്ളത് കേൾക്കണം, നമുക്ക് ചെയ്യുവാനുള്ളത് ചെയ്യണം, പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കണം. ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് എന്നെ എടുത്ത് കടലിലേക്ക് ഇട്ടാൽ നിങ്ങളെല്ലാം രക്ഷപ്പെടുമെന്ന് യോന പറഞ്ഞപ്പോൾ ഈ നിർദോഷ രക്തത്തെ ചൊരിയുന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് യോനായെ എടുത്ത് കടലിലേക്ക് എറിയുന്നത്. നിർദോഷ രക്തം ചൊരിയുന്നത് കൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അതിനുശേഷം കടലിലേക്ക് എടുത്തിട്ടു. ആ നിമിഷം ശാന്തമായി കടൽ. എന്തോ അവിടെ കാണുന്ന പ്രത്യേകത, യോനായെ എടുത്ത് കടലിലോട്ടിട്ടു, ശാന്തമായി. എല്ലാവരും സന്തോഷിച്ച് തുള്ളിച്ചാടുകയല്ല. കടൽ ശാന്തമായി, നമുക്കിനി ഒരു കുഴപ്പവുമില്ല, നമുക്കിനി ലക്ഷ്യസ്ഥാനത്തെത്താം എന്ന് വിചാരിച്ച് സന്തോഷത്തോട് തിമിർത്ത് ആടി മറിയുകയല്ല. യഹോവയായ ദൈവത്തെ മറന്നവനായിരുന്നല്ലോ ഇത്. ആ യഹോവയായ ദൈവത്തെ സകല ജാതികളും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അത്ഭുതം കണ്ടപ്പോൾ, ഞാൻ നിമിത്തമാണ് സംഭവിച്ചത്, എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞാൽ ശാന്തമാകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് അവരെടുത്ത് കടലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ശാന്തമായപ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ര ശക്തിയുക്തമായ ദൈവത്തിന്റെ ദാസനായിരുന്നല്ലോ ഇവൻ. ആ കപ്പലുണ്ടായിരുന്ന അതിനു മുൻപ് അവരവരുടെ ദൈവത്തെ വിളിച്ച് അവരവരുടെ ദേവന്മാരോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും അറിയാത്ത ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കടൽ ശാന്തമായി, യാത്ര തുടർന്നു, അവർ പോവുകയാണ്. അതിരാവിലെ വൈകിട്ടും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേറ്റാൽ സമയമൊന്നും ഇല്ലെങ്കിലും ഒരു 5 മിനിറ്റ് ആ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥന നടത്തണം. അതല്ലാതെ ഈ രാത്രിയുടെ യാമത്തിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കിടക്കക്കരികിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പ്രഭാതത്തെ കാണുവാനിടയായത്. വൈകിട്ട് കഴിച്ച ഭക്ഷണത്തിന്റെ മിടുക്കൊന്നുമല്ല.
എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്റെ കിടക്കരികിൽ എന്റെ ഭവനത്തുണ്ടായിരുന്നു കൊണ്ടാണ് ഈ പുതിയൊരു പ്രഭാതത്തെ കാണുവാൻ തക്കൊണ്ട് എനിക്കിടയായത്. കർത്താവെ, രാത്രിയിൽ എന്നെ പരിപാലിച്ച് ബലപ്പെടുത്തി എന്നെ ശക്തീകരിച്ച് പുതിയൊരു പ്രഭാതത്തെ കാണുവാൻ തക്കോണം എന്നെ ഇടയാക്കിയതിനായിട്ട് കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുവാൻ തക്കോണം സാധിക്കണം. നമ്മുടെ ആദ്യം എടുക്കോ സാമർഥ്യമോ അല്ല. 6 മാസമേ എനിക്ക് ആയുസുള്ളൂ എന്ന് വെല്ലൂന്ന് വരെ എന്നെ തള്ളിയതാണ്. പുഷ്പഗിരി തള്ളി, PVS തള്ളി, ലക്ഷോറിൽ തള്ളി, ലാസ്റ്റ് വെല്ലൂരിന്ന് തള്ളി. 6 മാസം ആയുസ് എന്ന് പറഞ്ഞു. ഇന്ന് 30 വർഷം കഴിഞ്ഞു. അവരുടെ കയ്യിലാണ് ആയുസ്, കർത്താവിന്റെ കരങ്ങളിൽ. അതുകൊണ്ട് ഈ പ്രഭാതത്തെ കാണുവാനായിട്ട് ഇടയായത് എന്റെ കർത്താവ് രാത്രിയിൽ എന്നെ താങ്ങിയത് കൊണ്ടാണ് എന്നോർത്ത് പ്രഭാതത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ചതിന് ശേഷം മാത്രമാണ് വീണ്ടും പോകേണ്ടത്, വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടത്. സന്ധ്യയ്ക്ക് കിടക്കാൻ നേരം അല്ലെ രാത്രി കിടക്കാൻ നേരവും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ എവിടെല്ലാമായിരുന്നുവോ, ഞാൻ പോയ വഴികളിലെ എൻ്റെ പ്രവർത്തന മേഖലകളിലെ എല്ലാം നീ എന്നോട് കൂടെ ഇരുന്നു കൊണ്ടാണല്ലോ കിടക്കയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായത്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പോകുന്ന വഴികളിലെല്ലാം നീ എന്നെ കാത്തുകൊണ്ടാലും, ഞാൻ ഇറങ്ങിയ സ്ഥലത്തേക്ക് എന്നെ തിരികെ ചെല്ലാനും, ഇറങ്ങിയ സ്ഥലത്തേക്ക് തിരികെ ചെല്ലാമെന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഞാൻ ഇറങ്ങിയ വീട്ടിലേക്ക് ഞാൻ തിരികെ ചെല്ലുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അതായത് പ്രാർത്ഥിക്കുന്നത്, ഞാൻ യാത്രയിൽ എന്നോട് കൂടെ ഇരുന്നാലും, ഞാൻ എൻ്റെ പിതൃഭവനത്തിലേക്ക് തിരികെ ചെന്നാലും, സാധിച്ചാൽ ഞാൻ നിനക്ക് ഇവിടെ ഒരു ദേവാലയം പണിതാരാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങിയിടത്തേക്ക് തിരിച്ചു ചെല്ലാൻ സാധ്യമാകുകയുള്ളൂ. നമ്മൾ ഇന്ന് ഓർക്കും, നല്ല ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ കൃപയാണ് നടക്കേണ്ടുന്ന വഴികളിൽ നടത്തി ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞാൻ യാത്ര ചെയ്യുകയാണ്, നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കണേ. സ്വന്തം കാറിലായിക്കോട്ടെ, AC കാറിലായിക്കോട്ടെ, പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ആ പ്രാർത്ഥന. അപ്പോൾ വൈകിട്ട് കിടക്കാൻ നേരം പ്രാർത്ഥിക്കണം, രാവിലെ എഴുന്നേൽക്കാനും പേഴ്സണൽ പ്രയറിന്റെ കാര്യമായി പറഞ്ഞു. അല്ലാതെ ഉണ്ട് കുടുംബ പ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന, അതെല്ലാം വേറെ. പേഴ്സണൽ പ്രയർ ആവും. വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴും അധികമൊന്നും വേണ്ട, 2-3 മിനിറ്റ് മാത്രം മതി. അതുകൊണ്ടായിരിക്കണം നന്ദിയോടെ ഇവിടെ ദൈവത്തെ സ്തുതിച്ച് ഈ പ്രഭാതത്തെ കാണുവാൻ തക്കവണ്ണം ഇടയായത്. രാത്രിയുടെ യാമത്തിൽ എത്രയോ പേര് ഉറക്കത്തിൽ മരിക്കുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ ഏട്ടത്തിൻ്റെ മോൻ എന്നെ അങ്ങോട്ട് വിളിച്ച് ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു, മലക്കിന് ആശുപത്രിയിൽ പെട്ടെന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ കൂടി അവിടെ ചെന്നു. പക്ഷെ ചെന്നപ്പോഴത്തേക്കും മരിച്ചു. നിമിഷം നേരത്തുമ്പോൾ ഫോൺ വിളിച്ചത്. നമ്മുടെ കാര്യമില്ല, അത്രയല്ലേ ഉള്ളൂ. ആർക്കെങ്കിലും പറയാനൊക്കുവോ ഞാൻ ഇത്ര കാലമുണ്ട്, ഇന്ന് ഒരു കുഴപ്പമില്ല, പറ്റില്ല. ഒരപ്പൻ പറഞ്ഞു, മോളെ എനിക്ക് ഹെൽത്ത് ചെക്കപ്പ് നടത്തണം, എനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്. മരുമോൾ പറഞ്ഞു, ഇല്ല അപ്പച്ച, അപ്പത്തിൻ്റെ അസുഖം നല്ലതായിട്ട് നോക്കുന്ന മരുമോളാ കേട്ടോ, അപ്പത്തിന് ഒരു അസുഖവും ഇല്ല. അല്ല, ഞാൻ നോക്കണം. കൊണ്ടുപോയി 750 രൂപ അടച്ചതിൻ്റെ ഹെൽത്ത് ചെക്കപ്പ്. 700 1750 എനിക്കറിയില്ല. പുഷ്പഗിരി പോയി, ഇവിടെ പൊയ്യാലി സ്റ്റീഫൻ ഡോക്ടറെ അടുത്ത് ചെന്നു. എല്ലാം നോക്കി, ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നോക്കി പരിശോധിച്ചു. എല്ലാ ഡോക്ടറും പുറത്ത് തന്നെ. അപ്പച്ചനൊരു അസുഖവും ഇല്ല, പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, യാതൊന്നുമില്ല. ഇനിയും വളരെ കാലം ജീവിച്ചിരിക്കും. മരുമോളും പുറത്തും തന്നെ. സമാനമായല്ലോ ഇല്ലേ? ഡോക്ടർമാരെല്ലാം പറഞ്ഞല്ലോ അസുഖമൊന്നും ഇല്ലാന്ന്. ആയിടെ എനിക്ക് സമാധാനം. ഇനി എപ്പോഴും ഒന്നും പറയില്ലേ, അസുഖമൊന്നുമില്ല, അപ്പത്തിന് ഒരുപാട് കാലം ജീവിച്ചിരിക്കും. സമാധാനമായി 2 പേർക്കല്ലേ. നമുക്ക് കുറച്ചുകൂടെ ആയുസുണ്ട്, ഒരു അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സമാധാനം അല്ലേ? അങ്ങനെ ഉണ്ട് അമ്മച്ചി? ഓ, മുട്ടും വേദന, കാലും വേദന. വയസ്സെത്ര ഉണ്ട്? ഓ, 80 ആയി. ഞാൻ എൻ്റെ പ്രായത്തെ അംഗീകരിക്കണം. എനിക്ക് 30-ാം വയസ്സിലെ പോലെ 60-ാം വയസ്സിൽ നടക്കാൻ പറ്റുമോ? 80-ാം വയസ്സിൽ 60 പോലെ നടക്കാൻ പറ്റുമോ? എനിക്കെന്ത് പ്രായമായി, അത് ഞാൻ അംഗീകരിക്കണം. എന്തോ സ്ഥിതി വന്നാലും നിരാശയുടെ വാക്കല്ലേ, പ്രത്യാശയുടെ വാക്ക് നമുക്കുണ്ടോ? എന്തുകൊണ്ടമ്മ? ഓ, എന്താ പറയാ, എന്തുകൊണ്ടമ്മ? ഓ, എന്നെ പറയാ, ഇവിടെ ആകപ്പാടല്ലേ. ചിലരോട് ചോദിച്ചാലോ, അസുഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, ഇങ്ങനെയുണ്ട്. ഓ, ദൈവം നടത്തുന്ന കുഴപ്പമൊന്നുമില്ല. നിരാശയുടെ വാക്ക് ക്രിസ്ത്യാനിക്കില്ല. ക്രിസ്ത്യാനിക്ക് പ്രത്യാശ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിക്ക് വേദനയുണ്ട്, രോഗമുണ്ട്, ആപത്തുണ്ട്, അനർത്ഥങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവന് നിരാശയില്ല, പ്രത്യാശയുടെ അനുഭവം മാത്രം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വയർ തപ്പി, പള്ളിയിൽ വന്നിട്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ വയർ തപ്പി നോക്കിയിട്ടുണ്ട്. അവരെന്തെങ്കിലും കഴിച്ചോ എന്ന്. ഞാൻ പള്ളിയിലോട്ട് പോകുമ്പോൾ വീട്ടിലൊന്നുമില്ല.
അച്ഛനായതിനു ശേഷത്തെ കാര്യമാണ്. എൻ്റെ വൈഫ് പറഞ്ഞു, അച്ഛ തപ്പി നോക്കണ്ട, ഞാൻ ഇച്ചിരി കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറും 10 രൂപയുടെ ബസ് കൂലിക്ക് ആ ബസ്സിൽ കയറാതെ ഞാൻ നടന്നു പോയിട്ട് ആ 10 രൂപയ്ക്ക് അന്നൊരു ബിസ്ക്കറ്റ് ഉണ്ട്, പേര് മറന്നുപോയി. 10 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കിട്ടും, പാർലേന്നോ അത് മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അച്ഛനായതിനു ശേഷത്തെ കാര്യമാണ്. അപ്പൊ അതിനു മുമ്പ് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. പക്ഷെ അവിടെയൊന്നും ഞാൻ നിരാശനായില്ല, തളർന്നില്ല. ഞാൻ അനുഭവിക്കാത്ത പ്രതിഭാസങ്ങളൊന്നും ലോകത്തില്ല. ഞാൻ യാതൊരു നല്ല ഭക്ഷണവും കഴിച്ച് വളർന്നവനല്ല, പട്ടിണി കിടന്ന് തന്നെ വളർന്നവനാ. നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല. എല്ലാ ലോകത്തിലെ എല്ലാ കഷ്ടത്തിലും അനുഭവിച്ചതാണ്. പക്ഷെ അവിടെയൊന്നും ഞാൻ തളർന്നില്ല. ഇതെന്തോ ജീവിതമാണ്, അച്ഛനെ കണ്ടില്ലേ, അവരെ കണ്ടില്ലേ, ഇവരെ എന്തോന്റെ കുഴപ്പമാണ്, ഇതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, അതിനപ്പുറമായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട് നിരാശപ്പെടരുത്, പ്രത്യാശയുടെ അനുഭവത്തിൽ പോകണം. അവരെല്ലാം യഹോവയെ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. യോനായെ ഒരു മത്സ്യം വന്ന് ഇവിടെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ 3 രാവും 3 പകലും. അതുകൊണ്ടാണ് 3 നോമ്പ് 4-ാം ദിവസമേ തീരത്തുള്ളൂ. 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോന പ്രാർത്ഥിച്ചു. 3 രാവ്, അതുകൊണ്ടാണ് 3 നോമ്പ്, 3 പകലും 3 രാത്രിയും ഫുള്ളുണ്ട്. അതിനുശേഷമാണ് യോനായെ അവിടേക്ക് കൊണ്ട് യോന യഹോവ ചോദിച്ചു, നീ ചെയ്തത് നല്ലതോ? എന്താ യോന ഉത്തരം പറഞ്ഞത്? ഞാൻ ചെയ്തത് നല്ലത് തന്നെ, എനിക്ക് യാതൊരു സംശയവും ഇല്ല. നീ നിനിവേ നഗരിയിലേക്ക് ഞാൻ നിന്നോട് പറഞ്ഞത് അവരോട് പറയുക എന്ന് രണ്ടാമതും വീണ്ടും യോനയോട് ഓർപ്പിച്ചു. ആദ്യമേ പറഞ്ഞത് എന്താ പറഞ്ഞേ? നീ നിനവയിലേക്ക് ചെന്ന് അതിനെതിരായി പ്രസംഗിക്കണം, കാരണം അവരുടെ അതിക്രമങ്ങളും വഞ്ചനകളും എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ ഉൾമുനവൽ നാശമാകുമെന്ന് അവരോട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് വീണ്ടും കരയ്ക്ക് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ യോനായോട് രണ്ടാമതും പറഞ്ഞു, ഞാൻ നിന്നോട് അറിയിച്ചത് നീ അവരോട് ചെന്ന് പ്രസംഗിക്കുക. നീ ചെയ്ത് ഉചിതമാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അവരോട് ഇന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. നമ്മൾ കാണുന്നത് എങ്ങനെയാ? ഒരു ദിവസം മുഴുവൻ നടന്നു. അതിനുശേഷം അവരോട് പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ ഈ നഗരം നശിച്ചു പോകും, ഈ രാജ്യം നശിച്ചു പോകും എന്ന് പറഞ്ഞു. ഇന്നാണ് നമ്മൾ പറയുന്നത്, പിന്നെ അവധിയില്ല, അവ പറഞ്ഞാണ് നശിക്കും. എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയും. ഒരാളൊരു കാര്യം പറഞ്ഞാൽ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയും. ഇവിടെ നമ്മൾ കാണുന്നത് സകല ജനങ്ങളും ദൈവത്തിൽ വിശ്വസിച്ചു. 3 നോമ്പിന്റെ മറ്റൊരു പ്രത്യേകത, നിനിവേയിൽ ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും വരാൻ പോകുന്ന അനർത്ഥത്തിൽ ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എത്ര പേരുണ്ടായിരുന്നു? 4000 പേരുണ്ടായിരുന്നു അല്ലേ നിനിവേയിൽ? 1,20,000-ൽ പരം ആളുകളാണ് നിനിവേയിൽ ഉണ്ടായിരുന്നത്. അവർ മുഴുവനും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഉപവാസം പ്രഖ്യാപിച്ചു. അതാണ് 3 നോമ്പിന്റെ മറ്റൊരു പ്രത്യേകത. സകല ജനങ്ങൾ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച ദിവസമാണ്. ആ 1,20,000 പേർ ജനങ്ങളും ഉടൻ തന്നെ ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാവരും അവരുടെ മോടി വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ സ്ഥിരം ധരിക്കുന്ന വസ്ത്രമാണ്, നല്ലൊരു വിശേഷത്തിന് പോകുമ്പോൾ മോടി വസ്ത്രങ്ങളൊക്കെ ധരിക്കും. ഇവിടെ അവരുടെ എല്ലാ മോടി വസ്ത്രങ്ങളും മാറ്റി സാധാ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിച്ച് എല്ലാവരും ഇരുന്ന് ഉപവസിച്ചു. ആർക്കും അവിടെ അവിശ്വാസം വന്നില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിക്കും, അതുകൊണ്ട് അതിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്നത് നിനവ രാജാവിന്റെ സന്നിധിയിൽ എത്തി. ദൈവത്തിന്റെ ഒരു ദൂതൻ വന്ന് അറിയിച്ചു, ഈ നഗരം നശിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചിരുന്നു. രാജാവും അല്പം പോലും അവിശ്വസിക്കാതെ രാജവസ്ത്രം നീക്കി രട്ടുടുത്ത് ഹാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. മാത്രവുമല്ല, ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഈ രാജ്യത്തുള്ള സകല ആളുകൾ ഉപവസിക്കണം, മാത്രമല്ല കന്നുകാലികൾക്ക് വെള്ളവും പുല്ലും കൊടുക്കരുത്. ഈ നോമ്പിന്റെ മറ്റൊരു പ്രത്യേകത അതെയാണ്. മനുഷ്യന് മാത്രമല്ല ഉപവസിച്ചത്, ഈ കന്നുകാലികൾക്ക് പോലും
വെള്ളവും തീറ്റിയും കൊടുക്കാതെ, ആടുകൾക്കും മാടുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ അവയും നിങ്ങളും ഒരുമിച്ച് ഉപവാസം പ്രഖ്യാപിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അതാണ് 3 നോമ്പ്. മൃഗങ്ങൾ പോലും ഭക്ഷണം ഉപേക്ഷിച്ച് അവർക്ക് പോലും വെള്ളവും ഒന്നും കൊടുക്കാതെ ഉപവസിച്ചു. യോന എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം ഒരു കുടിലൊക്കെ കെട്ടി അതിനകത്ത് ഇരുന്നു. 40 ദിവസം എണ്ണുക. 1, 2, 3, 4, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു. ഒന്നും സംഭവിച്ചു. അത്യുഗ്രമായ ചൂടായതുകൊണ്ട് യോനയ്ക്ക് മുകളിൽ ഒരു ആവണക്കിനെ ദൈവം സൃഷ്ടിച്ചു. നമ്മളിവിടെ വായിക്കുന്ന ആവണക്ക് കണ്ടപ്പോൾ അവൻ അത്യന്തം സന്തോഷിച്ചു. നല്ല സുഖം, നല്ല പടർന്ന് പന്തലിച്ചു നിന്നു. പിറ്റേ ദിവസം ഒരു പുഴുവിനെ ആക്കി ആ ഉണക്കിനെ കുത്തി, ആ ഉണക്ക് ഉണങ്ങിപ്പോയി. യോന വീണ്ടും കോപിച്ചു. യോന വീണ്ടും കോപിക്കുകയാണ്. നന്മകൾ കിട്ടുമ്പോൾ കർത്താവേ സ്തോത്രം. മോൻ USA പോയി, കർത്താവേ സ്തോത്രം. മോക്ക് നല്ലൊരു കല്യാണം വന്ന്, കർത്താവേ സ്തോത്രം. മോനൊരു ആക്സിഡന്റ് ഉണ്ടായി, അതെ കർത്താവ് സ്തോത്രം പറയൂ. നന്മകൾ കേൾക്കുമ്പോൾ സന്തോഷം വരുമ്പോൾ സ്തോത്രം സ്തോത്രം. അല്ലാതെ കേൾക്കുമ്പോഴോ അയ്യോ എന്റെ ദൈവം ഇത് എന്നോട് ചെയ്തു. ഒരേ നാവ് കൊണ്ട് തന്നെ ഇത് രണ്ടും പറയാൻ പാടില്ല. എല്ലായ്പ്പോഴും കർത്താവ് സ്തോത്രം പാടണം. പണ്ട് ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമാണ്. എന്തുവാ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നന്മയുടെ പാന മാത്രമല്ല, സന്തോഷത്തിന്റെ പാന മാത്രമല്ല, സമൃദ്ധിയുടെ പാന മാത്രമല്ല, ഐശ്വര്യത്തിന്റെ പാന മാത്രമല്ല, ദുഃഖത്തിന്റെ പാനപാത്രം. ദുഃഖത്തിന്റെ പാനപാത്രം എന്റെ കർത്താവ് തന്നാലും ഞാൻ എന്റെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച് ഹല്ലേലൂയ പാടും. ദുഃഖത്തിന്റെ വഴികൾ വരുമ്പോൾ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുവാനായിട്ട് സാധിക്കണം. നന്മകൾ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയാൻ പറ്റും. ദൈവം അനുഗ്രഹിച്ചു, ദൈവം സ്തോത്രം പറയാൻ പറ്റും. പക്ഷേ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും കടന്നു വരുമ്പോൾ കർത്താവേ സ്തോത്രം നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുവാൻ തക്കോണം സാധിക്കും. അതാണ് അപ്രകാരം സ്തോത്രം പറഞ്ഞു. ആ വണക്കങ്ങോട്ട് കെളുത്ത് പന്തല് ചൊയ്യോ സന്തോഷിച്ചു. അടുത്ത നിമിഷം ഉണങ്ങിയപ്പോൾ കോപം പൂണ്ടു. 2ാം പ്രാവശ്യം കർത്താവ് യോനയോട് ചോദിക്കുകയാണ്, യോനായി നീ കോപിക്കുന്നത് ഉചിതമോ? എന്തുവാ യോനാൻ ഉത്തരം പറഞ്ഞേ? വീട്ടിൽ പോയി നോക്കിയിട്ട് പറഞ്ഞല്ലേ, എന്തുവാ യോനാൻ ഉത്തരം പറഞ്ഞത്? ഞാൻ മരണം വരെയും കോപിക്കുന്നത് ഉചിതം തന്നെ. അപ്പോൾ യേശു ചോദിച്ചു, നീ അധ്വാനിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യാതെ ഒരു രാത്രി കൊണ്ട് കിളിർത്തു വന്ന ഒരാവണക്ക് അടുത്ത ദിവസം ഉണങ്ങിപ്പോയപ്പോൾ നീ ഇത്രയും കോപിക്കുന്നു എങ്കിൽ 1,20,000-ൽ പരം ആളുകളോടും അവിടെയുള്ള കന്നുകാലി മൃഗങ്ങളോടും ഞാൻ ദയവ് കാണിക്കേണ്ടതല്ലയോ? അപ്പോൾ 40 ദിവസം നോക്കിയിരുന്നു. 40 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് സംഭവിക്കുന്നത് കണ്ടപ്പോൾ കോപിക്കുമ്പോഴാണ് പറയുന്നത്, നിനക്കൊരാവണക്കിനോട് ഇത്രത്തോളം തോന്നിയെങ്കിൽ നീ അധ്വാനിക്കുകയോ കഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഒരു രാത്രി കൊണ്ട് മുളച്ചു വന്ന ഒരാവണക്ക് നഷ്ടപ്പെട്ടപ്പോൾ നീ ഇത്രയും ഭാരപ്പെടുന്നുവെങ്കിൽ 1,20,000-ൽ പരം ആളുകളോടും അവിടെയുള്ള മൃഗങ്ങളോടും കന്നുകാലികളോടും എനിക്ക് മനസ്സെലവ് തോന്നുന്നുണ്ടായോ? അതുകൊണ്ടാണ് അവർക്ക് വരാത്തമായിരുന്ന അനർത്ഥം ഞാൻ മാറ്റിയത്. അപ്പോൾ അതിനൊരു ഉത്തരം യോന കണ്ടുപിടിച്ചു. ഇതൊക്കെ എനിക്കറിയായിരുന്നു. നീ പ്രാർത്ഥന കേട്ടാൽ ക്ഷമിക്കുന്നവനാണെന്ന് എനിക്കറിയാം. അനുതാപകം കേട്ടാൽ ക്ഷമിക്കുന്നവനാണെന്നറിയാം. മനുഷ്യർ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നീ അവരുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അവർക്ക് വരുത്താനത്തെ കോപം മാറ്റുമെന്ന് എനിക്കറിയാം. അവർക്ക് വരുത്താന ശിക്ഷ മാറ്റുമെന്ന് എനിക്കറിയാം. അവർക്ക് എല്ലാ അനർത്ഥങ്ങളും നീ മാറ്റിയവരെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകാതിരുന്നത്. നമ്മുടെ കർത്താവിന്റെ പാപികളെ തേടി വന്നവനായ ദൈവം, പാപികളെ അന്വേഷിക്കുന്നവനായ ദൈവം, 99 അവിടെ ഇട്ടിട്ട് ഒന്നിനെ നഷ്ടപ്പെട്ടു പോയ ഒരാളിനെ അന്വേഷിച്ചിറങ്ങുന്ന കർത്താവായ യേശു മിശിഹ, എനിക്ക് 99 ഉണ്ടല്ലോ, അത് മതി, ഒന്നങ്ങ് പോട്ടെ എന്നല്ല. മാതാപിതാക്കളും ചിലപ്പോൾ പറയും, ഓ ഒത്തിരി നാളായി പോട്ടെ, ഒരാളൊന്നില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം, പോട്ടെ പറഞ്ഞാൽ കേൾക്കാത്ത കർത്താവ് എന്നല്ല പറയുന്നത്. 99 അവിടെ ഇട്ടിട്ട്
നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിക്കുന്നതിനായ കർത്താവ്, ഞാനും നിങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കോടാനുകോടികൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഉണ്ടല്ലോ. ഇവൻ ഒരുവൻ പോകട്ടെ എന്ന് കാണുന്നവനല്ല നമ്മുടെ കർത്താവ്, ആ നമ്മെ അന്വേഷിക്കുന്നവനായ ദൈവം. ഞാൻ എന്റെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെയും എന്നെ പിൻപറ്റുന്നവനായ ദൈവം. അതാണ് നമ്മൾ പാടുന്നേ. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടോ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. കർത്താവിനെ അറിയാതെ ഞാൻ പോകുന്ന പാതകളിൽ, ഞാൻ അറിയാതെ എന്നെ അന്വേഷിച്ചു വരുന്നത് കർത്താവിനെ ഞാൻ തിരിച്ചറിയുമ്പോൾ പിന്നെ എങ്ങനെ ഞാൻ എന്നെ സ്തുതിക്കാതെ ഇരിക്കും? നമ്മൾ നമ്മുടേതായ വഴിയിലായിരിക്കും പോകുന്നത്. പക്ഷേ നഷ്ടപ്പെട്ട ഒന്നുപോലെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് നാം അറിയാതെ നമ്മെ പിന്തുടർന്ന് നമ്മെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന നല്ലവനായ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ട് യോനായോട് പറഞ്ഞു, 1,20,000 ആളുകളും മൃഗങ്ങളും കന്നുകാലികളെയും അവരെ രക്ഷിപ്പാൻ തക്കവണ്ണം എനിക്ക് അവരോട് മനസ്സലിവ് തോന്നി. അതുകൊണ്ട് നീ കോപിക്കുന്നത് ഉചിതമല്ല. കർത്താവായ യേശുവിന്റെ തിരുസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുക. അതുകൊണ്ട് ചെന്ന് പറയണം, നിങ്ങളുടെ സകല അതിക്രമങ്ങളും വഞ്ചനകളും എൻ്റെ സന്നിധിയിൽ എത്തി. അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് തിരികെ വരണം. അതാണ് നമ്മോട് നൽകുന്ന സൂചന. നമ്മളുടെ എല്ലാ അതിക്രമങ്ങളും തെറ്റുകളും പാപങ്ങളും കുറവുകളും കുറ്റങ്ങളും ദൈവസന്നിധിയിലെത്തി അതിൽ നിന്നൊരു വിടുതൽ നേടണം, മോചനം നേടണം, കർത്താവിനെ വീണ്ടെടുക്കണം, കർത്താവിൽ നിന്ന് രക്ഷ നേടണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന സകലത്തിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നിന്നിലേക്ക് നിന്നെ നോക്കിക്കൊണ്ട്, കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, തെറ്റുകൾ മാറ്റിക്കൊണ്ട് പുതിയൊരു വ്യക്തിയായി മാറ്റി, എന്റെ കർത്താവേ, ശിഷ്ടകാലം നിന്റേതാകുന്നു, എന്റെ കരങ്ങളിലല്ല, നിന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. മറ്റൊരുവനെ ഭാരപ്പെടുത്താതെ, മറ്റൊരുവനെ വേദനിപ്പിക്കാതെ, മറ്റൊരുവനെ നശിപ്പിക്കാതെ, മറ്റൊരുവനെ ദൂഷം പറയാതെ, മറ്റൊരുവനെ ദുഷിക്കാതെ എന്റെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നോക്കി ഞാൻ ജീവിക്കും. എന്നെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3 നോമ്പിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയൊരു വ്യക്തിയായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. കർത്താവായ യേശുവിന്റെ തിരുസന്നിധി സമർപ്പിക്കാം. അതുകൊണ്ട് യോനയെ കർത്താവ് ഉപയോഗിച്ചു. 3 ദിവസം 3 ദിവസം മത്സ്യത്തെ കൽപ്പിച്ചാക്കി അവിടെ ചെന്ന് മത്സ്യം വിഴുങ്ങി, അവിടെ കൊണ്ടിറക്കി നന്നായി പിടിച്ചു. ജനം മുഴുവൻ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് കൊടുങ്കാറ്റ് വരുത്തിയതും ഇറക്കി വിട്ടതും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. കടലിലേക്ക് എന്നെ ഇട്ടേരെ, ഞാൻ മരിക്കട്ടെ എന്നാ യോന വിചാരിച്ചേ. കടലിലേക്ക് എടുത്ത് എറിഞ്ഞു, മരിക്കട്ടെ. പക്ഷെ യോനായെ കൊല്ലുവാനല്ല കർത്താവ് തീരുമാനിച്ചേ. കടലിലല്ല, ആഴത്തിലല്ല, എവിടേക്ക് എന്നിരുന്നാലും ദൈവത്തിന്റെ തീരുമാനമാകാതെ മരിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അതുകൊണ്ട് യോനായെ കൽപ്പിച്ചാക്കി മത്സ്യത്തിന്റെ വയറ്റിലാക്കി യോനായെ രക്ഷിച്ചു. ആ ജനം മുഴുവൻ രക്ഷിച്ചു. എന്താണ് ചെയ്യേണ്ടത്? എന്നെ ആദ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ നന്മകളും എൻ്റെ തിന്മകളും ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. നീ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ 50 വയസ്സായിട്ട് 60 70 എത്ര വയസ്സ് ആയുസ് തന്നോ ആയുസിന്റെ നാളുകളിൽ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. അത് കുറിക്കപ്പെടുന്നുണ്ട്. അത് ആത്മാവ് ചെല്ലുമ്പോൾ ചോദിക്കുമെന്നുള്ള ഉത്തമമായ ബോധത്തോടുകൂടി ജീവിതത്തെ ക്രമീകരിപ്പാൻ, രൂപാന്തരപ്പെടുത്താൻ, ദൈവസന്നിധി സമർപ്പിപ്പാൻ ഇടയാകണം. കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ എന്തെല്ലാം കടന്നു വന്നാലും അവിടെ ഒന്നും തളരുവാനോ ഇടയാകാതെ എൻ്റെ കർത്താവിന്റെ തിരുസന്നിധി സമർപ്പിപ്പാൻ നമുക്ക് ഇടയാകണം. അതുകൊണ്ട് ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുതിയൊരു വ്യക്തിയായി മാറ്റി പുതിയ രൂപാന്തരങ്ങൾ പ്രാപിച്ച് ദൈവകൃപ അനുഭവിച്ച് നന്മകളാ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, യോനായി മുഖാന്തരം നിനിവേദനത്തോട് ചെയ്ത എല്ലാ കൃപകളും ഞങ്ങൾ ഓർക്കും. നശിപ്പിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. ദൈവസന്നിധിയിൽ അവരുടെ കോപങ്ങൾ ചെന്നു, അവരുടെ നാളാനന്ദങ്ങളും അവരുടെ മേക്ഷതകളും അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെന്നപ്പോൾ ദൈവം അവരുടെ സന്നിധിയിലേക്ക് ഒരുവനെ അയച്ചു. പൂർണ്ണമായ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവർ 8 വെണ്ണീർ ദൈവത്തെ സ്തുതിച്ചു. അവരുടെ പ്രാർത്ഥന നിമിത്തമല്ല,
ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാത്രമല്ല, അവരുടെ പ്രവൃത്തികൾ പിന്നീട് നേരുള്ളതെന്ന് നീ കണ്ടു. ആയതിനാൽ ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ നേരുള്ളതായി മാറുവാൻ തക്കവണ്ണം, പഴയ പ്രവൃത്തികളിൽ നിന്ന് പുതിയ പ്രവൃത്തികളിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം, പഴയതിനെ മാറ്റി പുതിയതിനെ സൃഷ്ടിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ. പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയൊരു വ്യക്തിയായി മാറുവാൻ തക്കവണ്ണം ഇടയാകണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ കഴിവോ പണമോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ തന്നെ നിന്റെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ, കൃപ നിറയ്ക്കണമേ. ഇത്രത്തോളം നയിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയവും ഞങ്ങൾക്കുള്ളതല്ല, യഹോവയുടെ കരങ്ങളിലാകുന്നു. ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ നടത്തിയ പാതകളിൽ ഉയർത്തിയ പടികളെ ഒരിക്കലും മറന്നുകൊണ്ട് നീ പാന്തക്കൊള്ളിടയാകരുതേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഞങ്ങളുടെ കഷ്ടതകളോ ഞങ്ങളുടെ വേദനകളോ ഞങ്ങളുടെ രോഗങ്ങളോ ഒന്നും നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ തക്കോണ്ടിവിടെയാകാതെ കൂടുതൽ നിന്നെ അടുപ്പിക്കാൻ തക്കോണ്ട് മുഖാന്തരങ്ങളാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാം യേശുവിനെ കൃപാതി തരുന്നു. നാഥ ബലപ്പെടുത്തണമേ, കൃപ നിറയ്ക്കണമേ. സകേല ക്രൂശിന്റെ പാതയിൽ തരുന്നു. കൃപയോടെ